ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. മമ്മീൻ്റെ ഡാഡിയും അക്കീൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങൾ അവിടെ ഇരുന്നോ, റെസ്റ്റ് എടുത്തോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ ഇടയിലോട്ട് വന്നിട്ട് ഇത് വേണ്ട. പിന്നെ അവർ സൺഡേ മാത്രമേ അങ്ങനെ, അതും വല്ലപ്പോഴും. നാളെ നമുക്ക് ആക്ച്വലി ഒരു പരിപാടിയുണ്ട്, മാമോദിസ ഉണ്ട്, ബാബേട്ടൻ്റെ വീട്ടിലെ മാമോദിസ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഒതുക്കാം എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കൂർക്ക വേവിക്കാൻ വെച്ചു, പിന്നെ ചോറ് വെച്ചു, പിന്നെ ബീഫ് ഞാനൊരു കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എത്രത്തോളം അത് വർക്കാവും എന്ന് എനിക്കറിയില്ല, പ്രഷർ വരുമോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇനിവേ നോക്കാം. അപ്പോൾ എനിക്കിനി നോൺ വെജ് ഓരോന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ബീഫ് മാത്രമേ ഞാൻ കഴുകി എടുത്തിട്ടുള്ളൂ. ചിക്കനും മീനും അധികം ഒന്നും വാങ്ങിച്ചില്ല, കാരണം നമുക്ക് ഈ വീക്ക് കല്യാണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അക്കിക്ക് ചോളവും മറ്റേ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള ബീഫും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലൊക്കെ കൂടിയിട്ട് കപ്പ ബിരിയാണിയല്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ടിക്കുള്ള ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇത് മീനാണ്. ഞാൻ പോകുമ്പോൾ കൂടുതലും ബോൺലെസ് ആണ് ചിക്കൻ വാങ്ങിച്ചിട്ട് വരിക. അതാണ് നമുക്ക് കൂടുതൽ എളുപ്പം, ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എളുപ്പം ബോൺലെസ് ആണ്. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് കഴുകുക എന്നുള്ളതാണ്. അധികം ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് വലിയ പ്രശ്നമില്ല. ബോൺലെസ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമേ, അവൻ ബോൺലെസ് ആക്കി, പക്ഷേ പീസാക്കിയില്ല. നമ്മുടെ ദേശത്തിനകത്ത് മറ്റേ മുറിപ്പാടുകളൊന്നും ഇല്ലാതെ കട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ അനീച്ച കട്ട് ചെയ്ത പോലെയായി ഇതിപ്പോൾ. എന്നാലും സാരില്ല, ചിക്കനല്ലേ, ചിക്കൻ ആയതുകൊണ്ട് വേഗം കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നാളെയല്ലേ ഞാൻ ഈ വീഡിയോ ഇടുകയുള്ളൂ. ഇത് നിങ്ങൾ കാണുമ്പം നമ്മൾ രണ്ട് കൂട്ടരുടെയും സൺഡേ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മാറ്റി ഞാൻ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി മമ്മിക്കും ഡാഡിക്കും ഞാൻ ഇട്ട് വെച്ചു. അവർ എനിക്ക് അവിടെ പോകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അക്കിയുടെ അവിടെ പോയപ്പോഴാണ് അവരെ കണ്ടത് ഞങ്ങൾ. അപ്പോൾ ഞാൻ പപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, സ്നാക്സ് പോലെ കഴിച്ചിട്ട്. ഇനിയിപ്പോൾ അത് ചോറൊക്കെ റെഡിയായി വരണമല്ലോ, അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. സമയം ആക്ച്വലി 12:15. ചോറ് വെക്കും. ഞാൻ ആദ്യം വിചാരിച്ചു ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ കൈയിട്ടാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നോൺ വെജ് അല്ല, അധികം നേരം വെക്കും തോറും പ്രശ്നമാകും. നോക്കട്ടെ, ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് വരാനും ചാൻസ് ഉണ്ട്, അറിയില്ല. നോക്കാം. ഞാൻ ഒരു ട്രിപ്പ് നിങ്ങൾ എന്നെ പോലെയാണോ, അവിടെ ഓടുന്ന വെള്ളത്തിലാണോ കഴിഞ്ഞത്? അതായത് ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടാണ്. ദേ കുപ്പി, ദേ ഫ്ലാസ്കിൽ വെള്ളം, പാൽപ്പൊടി, ആ കവർ മേടിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടാ. എന്താ ചാക്കോ അവിടെ ഒരു പ്രശ്നം? ചാക്കോ, യു ഹാവ് ക്രിമികടി ഉണ്ടോ ചാക്കോയ്ക്ക്? കലിപ്പിടാ കലിപ്പിടാ. അവൻ ചിക്കൻ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ മൊത്തത്തോടെ വെച്ചിരിക്കുക. നോക്ക്, ബോൺലെസ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുക. ചിക്കനായിട്ട് പിന്നെ ഇവിടുത്തെ കത്തിയിൽ മുറിയുമെന്ന് വിചാരിക്കാം. എന്നിട്ട് CB ഉറക്കം വരുന്നുണ്ടോ ചാക്കോയ്ക്ക്? നേരത്തെ എഴുന്നേറ്റല്ലേ? ഇന്ന് 6 മണിക്ക് എണീറ്റിട്ടുണ്ട്. എന്തായാലും 6 മണിക്കില്ല. ഞാനാണ് ആ ഉന്നം. ഇതായിരിക്കും 12 മണിയല്ലേ ആയിട്ടുള്ളൂ. തുറക്കണ്ട, പൊക്കോളൂ. ഇല്ല, ഞാൻ മേടിച്ചോളൂ. ഡോണു ടാറ്റാ. ടൗൺചാരിന് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല, ക്യാമറ ഓണാക്കി വെച്ചു. അറിഞ്ഞിട്ടില്ല. നന്നായി. ടൗൺചാരിൻ്റെ ദേഷ്യം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് ചാക്കോച്ചിന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എല്ലാവരെയും വന്ന് മാന്തുക. തോമുനെയാണ് മെയിൻ ടാർഗറ്റ്. തോമുനെ ഈജ പരിവാക്കിക്കൊണ്ടിരിക്കുക. തോമു ആയതുകൊണ്ടാണ് തോമു മിണ്ടാണ്ടിരിക്കുന്നത്.
വേറെ വല്ല പിള്ളേരെ എടുത്തിട്ട് താങ്ങിയാനവന് അതുമാതിരി അടി അടിക്കുക അവന്. എൻ്റെ കാപ്പി അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഏതിലെ പ്രഷർ കിട്ടണം മനസ്സിലാകാൻ പറ്റുന്നില്ല, 2 കുട്ടികൾ വെച്ചിട്ടുള്ളതുകൊണ്ട്. ഞാനേ ഇതൊന്ന് ഒതുക്കിയിട്ട് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. അപ്പം നല്ല കുറേ കുഞ്ഞമത്തികൾ ഉണ്ട്, കുറേ ഉള്ളൂ. 1 കിലോ മേടിച്ചു, 100 രൂപ അത് മേടിച്ചു. അപ്പോൾ അത് വെട്ടിത്തരുന്നതുകൊണ്ട് വീട്ടിൽ വന്നിട്ടൊന്നും കഴുകിയെടുക്കുന്നൊരു ഇതേ ഉള്ളൂ, പ്രോസസ്സേ ഉള്ളൂ. അത് നമ്മൾ സ്ഥിരം മേടിക്കുമ്പോൾ ഉള്ള കടയിലെ സംഭവം. ചിലർ കുഞ്ഞമത്തി ആകുമ്പം വെട്ടിയൊന്നും തരില്ല. ഇതിപ്പോൾ എനിക്കാദ്യം മടിയായിരുന്നു, 100 രൂപ തരുമ്പോൾ വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന് നന്നാക്കുന്ന കാര്യം ഓർത്തപ്പം അവൻ പറഞ്ഞു ഇല്ല നന്നാക്കി തരും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ കാറിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിച്ചത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മത്തി അച്ചാർ ഇട്ട് വെക്കായിരുന്നു. കുഞ്ഞമത്തിയിൽ അങ്ങനെ കടിച്ച് തിന്നാൻ നല്ലതാണ്. അച്ചാറിടാൻ ബെസ്റ്റായിട്ടുള്ള ഒരു കഷ്ണങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആലോചിച്ചത് ഞാൻ കാര്യമില്ല, അടുത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വന്നും പോയി അല്ലേ. അതോർത്തു ഇന്നത്തെ മെനു മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് മോര് കാച്ചിയതും ബീഫ് വരട്ടിയതും വഴുതനങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. വഴുതനങ്ങ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വഴുതനങ്ങയുടെ എന്തെങ്കിലും ഒരു ഡിഷും മത്തി വറക്കാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ഇത്തിരി ലാവിഷാണ്. പിന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തോടെ എന്തെല്ലാം നടക്കുമെന്നുള്ളത് ദൈവം തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. ട്രൈ ചെയ്യാം. നമ്മുടെ പുളിയുള്ള തൈര് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ വെജുകളെല്ലാം കഴുകി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞ മെയിൻ ജോലി. അത് കഴിഞ്ഞാൽ ഒരു വിധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിയും. ഫിൽറ്ററുള്ളതുകൊണ്ടേ വേസ്റ്റൊക്കെ അതിൽ അടിഞ്ഞോളും. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് കഴുകി വെക്കുകയാണ്. ഇല്ലെങ്കിൽ മീൻ സംഭവങ്ങൾ ഇപ്പം പച്ചക്കറി ഞാൻ ഒതുക്കിയിട്ടില്ല, അത് ഒതുക്കണം, ബീഫ് വരക്കണം. നമുക്ക് മത്തി മൊത്തത്തിൽ തേച്ച് വെക്കാമെന്ന് വെച്ചത് വറക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെ നല്ല വൃത്തിയായിട്ടുണ്ട്. ബീഫിൻ്റെ കുക്കറിന് ഇച്ചിരി കുറച്ച് വെക്കാം, അല്ലെങ്കിൽ അത് വേവില്ല. ഞാൻ നല്ലപോലെ കുക്ക് ചെയ്യട്ടെ, എന്ന് വെച്ചാൽ പൊടിഞ്ഞു പോണ രീതിയിലല്ല. പക്ഷെ ഒന്നുകൂടെ അങ്ങനെ വേവിച്ച് കഴിക്കുമ്പോൾ ഡൈജഷൻ കുറച്ച് എളുപ്പമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും കുറച്ച് ഈസി ആയിട്ട് തോന്നി എനിക്ക് യൂസ് ചെയ്യാനൊക്കെ. ഇനിയിപ്പോൾ ഇനി എന്താണെന്ന് അറിയുമോ, ഇനി ചിക്കൻ കട്ട് ചെയ്യണം, അതൊരു ജോലിയാണ്. ഞാൻ അപ്പോഴത്തേനും ഇതൊന്ന് പുരട്ടി വെക്കട്ടെ, പുരട്ടി വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി മത്തിക്കുള്ളത് പുരട്ടി വെച്ചിട്ടുണ്ട്. കൂർക്ക വേവിക്കാൻ വെച്ചത് അവിടെ ഇരിപ്പുണ്ട്. കൂർക്ക എന്താണോ വേവണില്ലായിരുന്നു. പിന്നെ ദേ എല്ലാ നോൺ വെജുകളും കഴുകി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇനി കുക്കിംഗ് പരിപാടികൾ. അപ്പം ഞാൻ വേഗം, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 1:30 മുമ്പ് ഇതൊക്കെ കഴിയണമെന്ന്. പിന്നെ ഓരോരുത്തർ കഴിക്കാൻ വരാൻ ലേറ്റ് ആയതേ ഉള്ളൂ കേട്ടോ. അപ്പം മോര് കാച്ചിയതും ബീഫ് വരട്ടിയതും മത്തി വറുത്തതും മെഴുക്ക് പുരട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പാത്രം ഒരു ലോഡ് കഴുകാനുണ്ട്. അപ്പം ഞാൻ വേഗം കഴുകാമെന്ന് വെച്ചു. അപ്പോൾ 2:30 ആയപ്പോൾ കഴുകിത്തോടെ 2:45 ആയപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച് ഇനി ആ സോപ്പ് പാത്രം ഒന്ന് ക്ലീനാക്കി കഴുകി വെക്കണം, സിങ്ക് കഴുകണം, അങ്ങനത്തെ കുറച്ച് ജോലികൾ. പിന്നെ കൈക്കിലെ തുണി അലക്കാനുണ്ട്, തുണി അലക്കിയത് എടുക്കാൻ മടക്കാനുണ്ട്, വിരിക്കാനുണ്ട്. ഞാൻ വേഗം മടക്കി വെച്ചു, കാരണം ഇനി അത് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ പിന്നെയും ചുരുണ്ട് പോകും. അപ്പം മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് കിട്ടുന്ന പോലെ അപ്പുറത്തോട്ട് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ദേ 7:45 കഴിഞ്ഞു കേട്ടോ. മമ്മിയും ഡോൺ ചേട്ടനും ലുലുവിൽ പോയിക്കാണ്. ഡാഡി പോയില്ല, ഡാഡിക്ക് മാച്ചുള്ള ദിവസമാണ്, അപ്പോൾ ഡാഡി പോയില്ല. അപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസല്ല, നല്ല ഹൈ പ്രൈസാണ്. ഞാൻ പറഞ്ഞു ചപ്പാത്തി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോയോ, ചിക്കൻ കറി ഞാൻ വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ സാമഗ്രികളാണ് കേട്ടോ പുറത്തിരിക്കുന്നത്. താളിക്കാനുള്ളതാണ്, കുറച്ച് കോക്കനട്ട് മിൽക്ക് കലക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഉച്ചയ്ക്ക് വേവിച്ച് വെച്ച ബീഫാണ്, അതിനെയും പകർത്തണം. മമ്മി വരണം, മമ്മിയാണ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കണ ആൾ. ചിക്കനൊന്ന് വേവണം,
അങ്ങനത്തെ കുറച്ച് പരിപാടിയേ ഉള്ളൂ. ഞാൻ ഒത്തിരി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇനി മമ്മ അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുള്ളത് ഞാനിപ്പോഴും ആ രാവിലത്തെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് കുളിക്കാതിരിക്കുന്നത്. മടിയായി. തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വന്നപ്പോൾ തന്നെ 4 മണിയായി. പിന്നെ ഞാൻ പിള്ളേരോട് ഇരുന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഡോൺ ചേട്ടനൊന്ന് പുറത്ത് പോയിട്ട് വന്നു. പിള്ളേർ ഉറങ്ങിയില്ല. അപ്പോൾ അവരെന്തായാലും വേഗം ഉറങ്ങും. അപ്പോൾ ഞാൻ നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കാണ്. എനിക്ക് പാക്ക് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്ന് വീഡിയോ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അധികം എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഒരു 4-5 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പാക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഉള്ളത്. വേറെ വലിയ കാര്യമായ പരിപാടികളൊന്നുമില്ല. വീടൊക്കെ ഇന്നലെ രാത്രി ഞാൻ റോബോനെ ഇറക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പിള്ളേർ അവിടെ ഇവിടെ ഇട്ട സാധനങ്ങളൊക്കെ ഞാൻ തൂത്തുവാരി എടുത്തു. കൈക്കിലെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് ഞാൻ അലക്കിയിട്ടു. അതെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് മമ്മിയുടെ മക്കൾ. എന്തോ ചാക്കോച്ചൻ തുപ്പിയിട്ട് അയ്യേ ചാക്കോച്ച വെള്ളം കളഞ്ഞോ? കിയനെ വിളിച്ചേ. ചാക്കോച്ച കിയനെ വിളിച്ചേ. കിയനെ വിളിക്ക് ചാക്കോ. ചോറ്റൂന്ന് വിളിച്ചേ. ആ കുപ്പിങ് അന്നേരം കേട്ടോ. ആരതോ മൊബൈൽ അടിക്കണേ? ഹു ഇസ് ദാറ്റ്? ചാക്കോ ഓടിക്കോ. റൺ 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 റൺ. ദൈവമേ ഓടിക്കോ. ആര് തോമോ ഇവിടെ നിൽക്കണ? ഇത് ആരും ഇവിടെയൊക്കെ സ്റ്റെപ്പിലൊക്കെ വെള്ളമാക്കിയത്? ചാക്കോ വെയിറ്റ് 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 വെയിറ്റ്. ചാക്കോ ഡാടാ ആ പിടിച്ചോക്കടാ അവനെ. ആ ഡാഡി ഡൈനിങ് ടേബിളിലുണ്ട്. ഡൈനിങ് ടേബിളിൽ തോമു ഗുഡ് ബോയ് ആയിട്ട് ആ കിൻഡർ ജോയുടെ കവർ എടുത്ത് വേസ്റ്റിലിടൂ. ഓക്കെ ആരാണ്? ഡൺ. വെരി ഗുഡ് ബോയ്. ആസ് യൂഷ്വൽ ചില ഭാഗങ്ങൾക്ക് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതിലൊരു ഭാഗമാണ് ചാക്കോച്ചൻ ഒരു റാപ്പ് പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കിട്ടി. അങ്ങനെ ഞാൻ ഇവരെ വന്നതിന് ശേഷം പിള്ളേരെയൊക്കെ മുകളിൽ കയറ്റിയതിന് ശേഷം വേഗം പാക്ക് ചെയ്യാനായിരുന്നു. ഇന്ന് വീഡിയോ ഇട്ടതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഒരു 2-3 ഓർഡർ ഒരുമിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നു. അതായത് അതിനുവേണ്ടി ഞാൻ മെനക്കെട്ട് സമയം കണ്ടെത്തി ഇരുന്നു. ഇന്ന് സൺഡേയും കൂടെയാണല്ലോ. അപ്പോൾ ഡോൺ ചേട്ടനും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാൻ പറ്റി. എന്താ പറയുക, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഓർഡറുകൾ പാക്ക് ചെയ്ത് വെച്ചാൽ ഡാഡി അത് നാളെ പോസ്റ്റ് ചെയ്തോളും. നാളെ ഇനിയും പറഞ്ഞ പോലെ സ്റ്റോക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാരി എനിക്ക് സ്റ്റോക്ക് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നാളെ ഉണ്ട്. മോറോവർ അതിന് മുമ്പ് മാമോദിസയ്ക്ക് പോയിട്ട് കാരണം തോമുനെ നമ്മൾ കൊണ്ടുപോകണില്ല. അവൻ എന്തായാലും ക്ലാസ് ഉണ്ട്, പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മളെ ആകെ ചുറ്റിക്കും. കാരണം ചാക്കോച്ചൻ നമ്മുടെ കൂടെ നാളെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ഒക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുളിച്ച് ഒന്ന് തലമുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. കാരണം നാളെ മാമോദീസയുണ്ട്. ആദ്യം ഞാനൊരു സാരി സെലക്ട് ചെയ്ത് വെച്ചെങ്കിലും എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഡോൺ ചേട്ടൻ ഒരു ചെറിയ ഇഷ്ടക്കേട്. എനിക്കും ഒന്ന് ട്രയൽ നോക്കിയപ്പം എനിക്കും ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, കല്യാണ സാരി ഉടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ അതും മാറുമോ എന്ന് എനിക്കറിയില്ല. എനിവേ ഇതൊരു ഒരു സൺഡേ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.